Hi, good morning. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല കളർഫുൾ ആയിട്ടുള്ള റെസിപ്പിയാണ് ട്ടോ. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ലേ കാണാൻ. നമ്മുടെ കോളിഫ്ലവറും ക്യാരറ്റും ചേർത്തിട്ടുള്ള ഒരു സിമ്പിൾ തോരനാണ്. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തോരൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു കോളിഫ്ലവറിന്റെ കുറച്ച് ഭാഗം എടുത്തിട്ട് ഒരു ക്യാരറ്റ് എടുത്തിട്ട് തോരൻ ഉണ്ടാക്കി നോക്കൂ. കൂടുതൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത ദിവസം കൂടുതൽ ക്വാണ്ടിറ്റി എടുത്ത് ഉണ്ടാക്കി നോക്കൂ. എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ട് കുക്ക് ചെയ്യുന്ന കുട്ടികളൊക്കെ ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിട്ട് സക്സസ് ആയി കഴിഞ്ഞിട്ട് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആദ്യമേ തന്നെ നിങ്ങൾ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുമ്പോൾ അത് ശരിയായില്ലെങ്കിലോ, അതുകൊണ്ടാണ് ആദ്യം തന്നെ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കി പഠിക്കുമെന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ കോളിഫ്ലവർ ക്യാരറ്റ് തോരൻ തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു കോളിഫ്ലവറിൻ്റെ ഒരു 1/4 ഭാഗം ഇതുപോലെ തിന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തിക്കായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേവാൻ കുറേ സമയം എടുക്കും. അതുകൊണ്ട് തിക്നെസ് കുറച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഒരു ക്യാരറ്റ് ചെറിയ വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഒരു സവാള, ഒരു മീഡിയം വലിപ്പമുള്ള സവാള, വലിയ സവാളയല്ല മീഡിയം വലിപ്പമുള്ളൊരു സവാള നീളത്തിൽ കട്ട് ചെയ്തിട്ടൊന്ന് കുറുകെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 3 പച്ചമുളക് ചെരിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 4-5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി നിങ്ങൾക്ക് ചെറുതായിട്ട് കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ മുഴുവൻ എടുക്കാം. ചെറിയ അല്ലി വെളുത്തുള്ളിയാണ്. പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്കൊരു പാൻ വയ്ക്കാം. അതിനുശേഷം നമ്മുടെ കറി റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. ഒരുപാട് വെളിച്ചെണ്ണ വേണ്ട കേട്ടോ, കുറച്ച് വെളിച്ചെണ്ണ മതി. വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി തുടങ്ങട്ടെ. കടുക് പൊട്ടി കഴിയാറാകുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കോളിഫ്ലവറും അതുപോലെ തന്നെ ക്യാരറ്റും ചേർത്ത് കൊടുക്കുക. ഇത് കോളിഫ്ലവർ ഇതിലും ചെറുതായിട്ട് മുറിക്കണം എന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് മുറിക്കാം. ഇനി ഇത് രണ്ടും ഇളക്കി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. അപ്പോൾ കോളിഫ്ലവറും ക്യാരറ്റും ഒന്ന് ഹാഫ് കുക്കായതിന് ശേഷം വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാൻ. ഇതൊന്ന് കുക്കായി വരാൻ സമയം എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം തളിച്ചു കൊടുത്തിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് വേവിക്കാൻ പോകുന്നത്. 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടച്ചു വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലൊരു 5 മിനിറ്റ് വെച്ചിട്ട് വേവിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് വേവിച്ചെടുക്കാം. ഇതിങ്ങനെ വേവിച്ചാലേ കറക്റ്റായിട്ട് കുക്കായി കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ കോളിഫ്ലവറും ക്യാരറ്റും കുക്കായി വരില്ല. ഇൻസൈഡ് ആ ഒരു കടിക്കുമ്പോൾ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ 1/4 കപ്പ് വെള്ളം ചേർത്ത് വേവിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് ഇത്രയും വേവണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം തളിച്ചു കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് വേവിക്കണം, ഇല്ലെങ്കിൽ വെള്ളം വേഗം വറ്റിപ്പോവും. അപ്പോൾ ഇതൊന്ന് കുക്കാവട്ടെ. അപ്പോൾ നമ്മുടെ കോളിഫ്ലവറും ക്യാരറ്റും അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയി. രണ്ടും കുക്കായി വന്നിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ പ്രസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒന്ന് കട്ടായി വരുന്നുണ്ട്, കണ്ടോ. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം. നമ്മുടെ പച്ചമുളക്, അതുപോലെ തന്നെ വെളുത്തുള്ളി, പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവോള കുറച്ച് കൂടുതൽ വേണം കേട്ടോ, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക ഈ ഒരു തോരന്. ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടി വയ്ക്കാം, മീഡിയം ഫ്ലെയിമിലേക്ക് വയ്ക്കാം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വളരെ ഈസി ആയിട്ടുള്ള തോരനാണ് കേട്ടോ, എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്തെടുക്കാം. അരയ്ക്കൊന്നും വേണ്ട. കോളിഫ്ലവറും ക്യാരറ്റും കുക്കായി വരാനുള്ള ഒരു 5 മിനിറ്റ് സമയം മാത്രമേ നമുക്കിതിൽ കൂടുതലായിട്ട് പോകുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ വെള്ളം ചേർത്ത് വേവിക്കാൻ താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടൊന്ന് ആവി കയറ്റിയെടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുത്ത് അങ്ങനെ വേവിച്ചെടുത്തിട്ടാണെങ്കിലും ഈ ഒരു തോരൻ ഉണ്ടാക്കാം. ഇനിയിപ്പോൾ ഇതെല്ലാം ചേർത്ത് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർക്കാനുണ്ട്. നമ്മളിപ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല. അതുപോലെ തന്നെ കറിവേപ്പില ചേർത്തിട്ടില്ല. ഒരു 2 തണ്ട് കറിവേപ്പില. പിന്നെ നമ്മുടെ വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മുളക് പൊടിയൊന്നും നമ്മൾ ഈ തോരനിലേക്ക് ചേർക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ പച്ചമുളകിൻ്റെ എരിവുണ്ടല്ലോ, അത് മതി. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ആ മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായിട്ട് വെജിറ്റബിൾസിലേക്ക് പിടിച്ചു വരണം. ആ രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. 1 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്ന് അടച്ചു വയ്ക്കണം.
ആ മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് കുക്കായി വരാനാണ് നമ്മൾ 1 മിനിറ്റോളം ഒന്ന് അടച്ചു വെക്കുന്നത്. 1 മിനിറ്റ് അടച്ചു വെച്ചാൽ മതി കേട്ടോ, അധിക സമയമൊന്നും അടച്ചു വെക്കണ്ട. പിന്നെ നിങ്ങൾ ക്യാരറ്റൊക്കെ കട്ട് ചെയ്യുമ്പോൾ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യുക. വലുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും കൂടുതൽ സമയം എടുക്കും കുക്കായി വരാനായിട്ട്. നമ്മൾ കോളിഫ്ലവർ കൊത്തി അരിഞ്ഞെടുക്കണ്ട, അങ്ങനെയാകുമ്പോൾ നമുക്ക് തോരൻ കാണാൻ അത്ര സുഖം ഉണ്ടാവില്ല, കഴിക്കാൻ അത്ര ഭംഗി ഉണ്ടാവില്ല. അതുപോലെ തന്നെ കാണാനും അത്ര ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഇതൊന്ന് 1 മിനിറ്റും കൂടി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇനിയും നമുക്കിതിലേക്ക് 1-2 കാര്യങ്ങളും കൂടി ചേർക്കാനുണ്ട്. പച്ചമുളകിൻ്റെ എരിവൊക്കെ ഇതിലേക്കൊന്ന് പിടിച്ചു വരട്ടെ. 1 മിനിറ്റ് മതി, അതിൽ കൂടുതൽ വേണ്ട. അപ്പോൾ നമ്മുടെ കോളിഫ്ലവറും ക്യാരറ്റും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് അടച്ചു വെച്ചിട്ട് 1 മിനിറ്റ് ആയി. നമുക്കൊന്ന് വീണ്ടും ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിലേക്ക് തോരൻ്റെ അരപ്പ് അരച്ച് ചേർക്കണമെന്നുണ്ടെങ്കിൽ അരച്ച് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ എളുപ്പവഴിക്ക് അരച്ചൊന്നും ചേർക്കുന്നില്ല. ഇതിലേക്ക് നമുക്കിനി നമ്മുടെ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു തോരനിൽ ഗരം മസാലപ്പൊടിയാണ് ഏറ്റവും സ്യൂട്ടാവുക കേട്ടോ. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കാം. ഗരം മസാലപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഗരം മസാലപ്പൊടിയുടെ കൂടെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചിരവിയത് 3 ടേബിൾ സ്പൂണോ 4 ടേബിൾ സ്പൂണോ ആവാം. ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 3 ടേബിൾ സ്പൂൺ മതിയെന്നുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂൺ ചേർക്കാം. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഒരുപാട് തേങ്ങ വേണ്ട ഈ ഒരു തോരനിൽ. ഇനി തേങ്ങയും കൂടി നന്നായിട്ട് മിക്സായി വരുമ്പോൾ നമ്മൾ ഉപ്പൊന്ന് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എരിവ് കുറവാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി പച്ചമുളക് ഒന്നും ചേർക്കരുത്, മുളക് പൊടി ഒട്ടും ചേർക്കരുത്. ഈ ഒരു തോരനിൽ നമ്മൾ മുളക് പൊടിയേ ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു തോരൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ, ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത്. ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റോളം നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ആ ഗരം മസാലപ്പൊടി ഒന്ന് കുക്കായി വരാനാണ് നമ്മൾ 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ നല്ല കളർഫുൾ ആയിട്ടുള്ള തോരനാണ്. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ റെസിപ്പിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. ചപ്പാത്തിയുടെ കൂടെ സൈഡ് ഡിഷായിട്ട് നിങ്ങൾ ഇങ്ങനെയുള്ള തോരൻ റെസിപ്പീസൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്തോളൂ. ചപ്പാത്തിയുടെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ്. ഉപ്പൊക്കെ കറക്റ്റ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ കോളിഫ്ലവറൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പി ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ മറന്നു പോരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ റെസിപ്പികളൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഷെയർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.